ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം പ്രൈസമ്മോൻ എണീറ്റ് ഡാഡി മാത്രമേ എഴുന്നേറ്റുള്ളൂ. ഡാഡി ഒരു 4:30 ആകുമ്പോഴേ എണീക്കും. ഡാഡിയുടെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് പിന്നെ ഇരുന്ന് ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കിന് ഞാൻ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ ചായ കൊണ്ട് കൊടുക്കും. പാല് കാച്ചിട്ട് ഞാനൊരു 5:30 ആകുമ്പോഴത്തേക്കിന് പ്രൈസനെ വിളിക്കും. പ്രൈസനെ വിളിച്ച് പോളിപ്പം കോളേജ് ഇല്ലാത്തത് കൊണ്ട് പോളിപ്പോൾ കിടന്നുറങ്ങും. അല്ലെങ്കിൽ അവനും ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ എണ്ണിക്കണം. റീച്ചാനെ ഒരു 6:10 ആകുമ്പോൾ വിളിക്കും. പിന്നെ പെട്ടെന്ന് റെഡിയായി 6:30 ആകുമ്പോഴത്തേക്കിന് ബസ് വരും, അവർ പോകും. അന്നേരം ഞാൻ ഇച്ചിരി ഇഞ്ചപ്പുല്ലൊക്കെ ഇട്ട് ചായ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൊച്ചിന് മസാല ഇഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ മസാല ഇഡലിയൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ അടുത്തത് നോർമൽ ഇഡലി. അവനൊരു സെറ്റ് മസാല ഇഡലി ഉണ്ടാക്കും. നേരത്തെ ആണെങ്കിൽ പെട്ടെന്ന് 2 ഇഡലി പാത്രം കൂടെ എടുത്തിട്ടങ്ങ് പെട്ടെന്നങ്ങ് ഉണ്ടാക്കുമായിരുന്നു, ഒറ്റ ട്രിപ്പിൽ. പിന്നെ ഈ പാത്രം കഴുകാനിപ്പം പ്രായമാവും തോറും മനുഷ്യർക്ക് ജോലി ചെയ്യാൻ മടിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ മസാല ഇഡലിയും റെഡിയായി. പിന്നെ അവനെ ഞാൻ വിളിച്ച് അവന് കൊടുത്തു. അവൻ ബ്രഷൊക്കെ ചെയ്ത് അവന് കുടിക്കാനും കൊടുത്ത്. അവനെ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പിട്ട് അങ്ങ് കാപ്പി കുടിക്കാൻ കൊടുക്കും ഞാൻ. അപ്പോൾ ആരെങ്കിലും ചിന്തിക്കും, ബ്രഷ് ചെയ്യാതാണോ കാപ്പി കുടിക്കാൻ കൊടുക്കുന്നതെന്ന്. അവൻ ഉറക്കത്തിൽ സത്യം പറഞ്ഞാൽ അവൻ കണ്ണ് പോലും തുറക്കത്തില്ല. അവനോ വിളിക്കും ഞാൻ, 1-2 വിളി വിളിച്ചാലേ എണീക്കത്തുള്ളൂ. വിളിച്ചിട്ട് ഞാൻ അപ്പോൾ അവൻ എണീറ്റ് ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ചുകൊണ്ടാണ് കുടിക്കുന്നത് തന്നെ. ഈ 5:30 ആകുമ്പോൾ അതുങ്ങളൊക്കെ വിളിക്കുന്ന പാട് നമുക്കറിയാം. അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് അവൻ ബ്രഷ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി മൂച്ചേട്ടയാണെങ്കിൽ പിന്നെ തലയിലൊക്കെ ഒന്ന് തടവി ഇത്തിരി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പറയുമ്പോൾ അങ്ങ് ശരിയാവും. ഞാൻ ആദ്യമൊക്കെ എന്ത് ടെൻഷൻ എടുത്തിട്ടുണ്ടെന്നറിയാമോ, ഇവനെ 5:30 എണ്ണിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊരു കട്ടൻ കാപ്പി കൂടിയുണ്ട് കേട്ടോ. മഴ ഇത്തിരി പെയ്യുന്ന കാണുമ്പോൾ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ തോന്നും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അതങ്ങ് ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങ് തോന്നും. അപ്പം കാപ്പി ഉണ്ടാക്കി നീ വേണമെന്ന് ചോദിച്ചാൽ ഡാഡി പറഞ്ഞ് ഡാഡിക്കും വേണമെന്ന്. ഇവിടെ സാധാരണ കട്ടൻ കാപ്പി ഞാനും ഡാഡിയുമാണ് കുടിക്കുന്നത്. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് ഇവന്മാർക്കും വേണമെന്ന് പറയും. ഇപ്പം പോൾ പറഞ്ഞ് അവനൂടെ വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ റീച്ചാൻ ജിയോമാർട്ടിൽ നിന്ന് സാധനം വാങ്ങിച്ചായിരുന്നു. മഴയാന്നേലും പാവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ സാധനം കിട്ടും. പിന്നെ നമ്മൾ ഈ കടകളിൽ വിളിച്ച് പറയുമ്പോൾ മഴയാണെങ്കിൽ കൂടുതൽ താമസിക്കും അവർ മഴയത്തങ്ങനെ. പക്ഷേ ഇതുങ്ങൾ മഴയാന്നേലും വെയിലാന്നേലും കറക്റ്റ് സമയത്ത് കൊണ്ടുവരും. ഇടയ്ക്കൊരിത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സാധനം ഓർഡർ ചെയ്യാൻ തോന്നുന്ന സർവീസിങ് ഒന്നും ശരിയാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ തൈരൊക്കെ വാങ്ങിച്ച്, ചീസും തൈരും ചൊക്കോസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ ഏത്തക്കയല്ലെന്ന് തോന്നുന്നു, അല്ലാത്ത ഏതോ കായ, ടൊമാറ്റോ ഫ്ലേവറാണ്. അതുകൊണ്ട് പാറ്റീസ് വാങ്ങിച്ച് ഇവന്മാർ ആ പാറ്റീസിൻ്റെ അങ്ങനെയുള്ള ചില സമയത്ത് ഇങ്ങനെയുള്ള പൊട്ടുതരം കാണിക്കും. ആ പാറ്റീസിൻ്റെ വെജിറ്റബിൾ പാറ്റീസാണ് വാങ്ങിച്ചത്. അതിൻ്റെ മുകളിലായിരുന്നു ഈ തൈര്. അതേസമയം നമ്മൾ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അവർ പഴമാണെങ്കിലും ഇവരിങ്ങനെ തന്നെ ഇടും. അവർ സെപ്പറേറ്റ് ബോക്സിൻ്റെ അകത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ നാളെ രാവിലെ നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്. എനിക്ക് എടുത്തപ്പോഴേ മനസ്സിലായി അതെല്ലാം കൂടെ അവിയൽ വരുവായിട്ടുണ്ടെന്ന്. ഇച്ചിരിയെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവർ ആ സാധനം മുകളിൽ വെച്ചിട്ട് ബാക്കിയല്ല ഈ വെയിറ്റുള്ള സാധനങ്ങൾ അടിയിലിട്ടിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ മുകളിലിടണ്ടേ. ചില സമയത്ത് പഴവും അങ്ങനെയുള്ള ചില സംഗതികൾ ഇവിടെയുണ്ട്. പക്ഷേ ഇത് പിറ്റേന്നാണ് ഞങ്ങൾ എടുത്തോണ്ടെങ്കിൽ ഇങ്ങനായിരുന്നു. പിന്നെ റീച്ചാൻ കംപ്ലൈൻറ്റ് ഇട്ടുണ്ടേ അവരതിൻ്റെ പൈസ റീഫണ്ട് ചെയ്തു. ഞാനത് എങ്ങനെയും ഉപയോഗിക്കുകയും ചെയ്ത്. റൗണ്ട് ഷേപ്പിൽ നമുക്ക് കറക്റ്റ് പാറ്റീസ് പോലെ കിട്ടിയില്ല എങ്കിലും ഞാനൊരു വിധത്തിലത് ഒപ്പിച്ചു. പക്ഷേ നമുക്കതിൻ്റെ റീഫണ്ട് പൈസയും കിട്ടി. ഞങ്ങൾ ഫോട്ടോ എടുത്തയച്ചു, വീഡിയോ എടുത്തിട്ട് ഇത് പൊട്ടിച്ചിട്ട് അതുപോലെ കാണിച്ചു. അതുകൊണ്ട് അല്ല, അത് അവരുടെ തെറ്റ് തന്നെ. നമ്മളത് കളയേണ്ടതെന്ന് പറഞ്ഞ് ഉപയോഗിച്ചു അത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് ആരാന്നേലും ചെയ്യുന്നതാരോ ചെയ്തത്. ഈ ബിഗ് ബാസ്ക്കറ്റിൽ നിന്നൊക്കെ വരുന്ന ഒരു കവറുണ്ടല്ലേ,
ആ കവറിനൊരു വല്ലാത്ത സ്മെല്ലാണ്. അത് നമുക്കിവിടെ വെച്ചേക്കാനേ ഒക്കത്തില്ല. അത് സാധനം എടുത്തിട്ട് ഞാൻ ഉടനെ അതുകൊണ്ട് വെളിയിലങ്ങിടും. ഒരു മുഷിഞ്ഞ ഒരു സൈസ്. അതുപോലെ അവർ ഈ പഴമൊക്കെ കൊണ്ടുവരുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനും അതുപോലുള്ളൊരു സ്മെല്ലാണ്. ഇവിടെ ഈ ഏത്തക്കയുടെ ചിപ്സ് ഉണ്ടല്ലോ, അത് ഇവിടെ റീച്ചാനും പോളിനും ഇവർക്ക് ചോറ് കഴിക്കുന്നുണ്ടേ പപ്പടം ഇല്ലെങ്കിൽ ഇത് സൈഡ് ഡിഷായിട്ട് വേണം. റീച്ചാനാണെങ്കിൽ ഒരു അര പാക്കറ്റിൽ ചോറിൻ്റെ കൂടെ കഴിക്കും. പപ്പടം ആണെങ്കിലും റീച്ചാൻ എണ്ണയിൽ വറുത്ത് വേണ്ട, ചുട്ട് തിന്നും. അപ്പം ഞാൻ വെണ്ടയ്ക്ക അടപ്പത്ത് മെഴുക്കോട്ടി വെച്ചു. അപ്പം റീച്ചാൻ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങുക. അപ്പം പോൾമോനും അവൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ഫീസൊക്കെ അടയ്ക്കണമെന്ന്. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ കോളേജിലോട്ട് പോവുക. പോളന്നേരം തുണികളെല്ലാം എടുത്തിട്ട് ഇസ്തിരി ചെയ്യാനുള്ള തുണി കെട്ടി വെച്ചിട്ട് അവനങ്ങോട്ട് മഴ. അപ്പോൾ ഇവിടുന്നേ അങ്ങ് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അവന് ലൈസൻസൊക്കെ കിട്ടിയതല്ലേ, റേച്ചാനൂടെ ഉള്ള സമയത്ത് അവൻ ഓടിക്കട്ടെ, അല്ലാതെ തന്നെ അവന് ഈ ട്രാഫിക്കിൽ കൂടെ ഒക്കെ പോകാൻ നമുക്ക് തന്നെ വിടാൻ ഒരു പേടിയല്ലേ. അതുകൊണ്ട് റേച്ചാൻ ഉള്ളപ്പോൾ എന്നാൽ റേച്ചാൻ പറഞ്ഞു ഇന്ന് വേണ്ട, ഇന്നിപ്പം മഴയൊക്കെയാണ്, ഇന്ന് അവനെ ഇങ്ങോട്ട് ചെയ്യിപ്പിക്കേണ്ടെന്ന്. അങ്ങനെ അവൻ ഇവിടൊക്കെ ഓടിച്ച് പോകും. പക്ഷേ ഈ ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ പോയിട്ടില്ല, അവൻ തന്നെ ഓടിച്ചിട്ടില്ല. അവൻ പിന്നെ ഒരു 1-2 മണിയായപ്പോഴത്തേക്കിനൊക്കെ അവൻ തിരിച്ചു വന്നു. ഇപ്പം ബൈക്കിൽ പോവുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ അവൻ്റെ കോളേജിൽ. പക്ഷേ ബസ്സിലൊക്കെ മെട്രോയിലൊക്കെ വരുവാണെങ്കിൽ അവൻ 1.5 മണിക്കൂർ എടുക്കും. ഡയറക്റ്റ് ഇങ്ങോട്ടില്ല, ട്രെയിനാന്നേലും അങ്ങനെയൊക്കെ. അപ്പം ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കോട്ടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഇപ്പം അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് മസാല മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടത്. അപ്പച്ചൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അപ്പച്ചൻ കുറച്ച് കിടക്കും, ഇരിക്കും, പിന്നെ ന്യൂസ് കേൾക്കും. ഇങ്ങനെയൊക്കെയാണ് അപ്പച്ചൻ സമയം പോകുന്നത്. പിന്നെ 1 മണിയാകുമ്പോഴത്തേക്കിന് പ്രൈസനിങ് വരും. ഇപ്പോൾ ട്രോളിങ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ മീൻ വാങ്ങിച്ച് അയലേ കിട്ടുന്നുള്ളൂ, അല്ലാതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ചില വീഡിയോകൾ ഞാൻ കാണുമ്പോഴേ ഈ ഫേസ്ബുക്കിലൊക്കെ നല്ല പച്ചരി അയലയും നല്ല നെയ്മത്തിയൊക്കെ കാണിക്കുന്നു. എവിടാന്നോ എന്തോ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടപ്പം കൊതി, നല്ല വലിയ നെയ്മത്തി. പിന്നെ ഞാൻ മീൻ വെട്ടിയിട്ട് ഇത്തിരി തൈര് ഞാൻ വാങ്ങിച്ചായിരുന്നല്ലേ, ആ തൈരും ഞാൻ പറയില്ലേ, ആ വെളിയിൽ നിന്ന് വാങ്ങിയ തൈര് മാത്രം. ഈ ഡബ്ബയിലെ തൈര് പിന്നെ ഒരു ഇച്ചിരി പുളിയുണ്ട്, അല്ലാതെ ഈ പാക്കറ്റിലെ വാങ്ങിക്കുവാണെങ്കിൽ ഒട്ടും പുളിയില്ല അതിന്. അപ്പം ഞാനൊരു ഇച്ചിരി ഉറയൊഴിച്ചാൽ, നമ്മളിപ്പോൾ 1/2 ലിറ്റർ ഒന്നും ഉറയൊഴിച്ചാൽ ഇവിടെ ഒന്നും ആവത്തില്ല. ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങ് 2-3 ദിവസത്തേക്കിനങ്ങ് ഉണ്ടാക്കും. അപ്പം ഞാൻ എന്നും ഞാൻ ചെയ്യുന്ന മെത്തേഡ് വേറെയല്ല. ഇന്ന് ഞാൻ തിരിച്ചാണ് ചെയ്യുന്നത്. ചട്ടിയിലാണ് ഇന്ന് മോര് കാച്ചുന്നത്. അപ്പം ഞാൻ ഓയിലൊഴിച്ച് ഇത്തിരി കടുകും ഇച്ചിരി ജീരകവും ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ച്. സാധാരണ ഞാൻ മോരൊന്നിങ്ങനെ തൈര് ഉടച്ച് ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇരുന്ന് അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ആവി പോലെ വരുമ്പം ആണ് നമ്മൾ കടുക് വറക്കുന്നത്. ഇന്നിപ്പോൾ ഇങ്ങനെ കടുക് വറുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഉടച്ച മോരൊഴിക്കുക. അപ്പോൾ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി വന്നിട്ട് വഴറ്റിയിട്ടുണ്ട്, സവാള എല്ലാം വന്നിട്ട് വഴറ്റട്ടെ. നാട്ടിൽ അമ്മ ചെയ്യുന്നത് ഈ രീതിയാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന രീതി. ഞാൻ മറ്റേ രീതിയാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരിന് ഇച്ചിരി പുളി കാണും, പക്ഷേ ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് അങ്ങനെ പുളിയില്ല. അത് ഓരോ കമ്പനിയുടെ അനുസരിച്ചിരിക്കും. അന്നേരം മുളക് പൊടി ഇച്ചിരി ഒന്ന് മൂത്ത്, അതാ ഞാൻ എക്സോസ് ഇട്ടത്. അവിടെ അപ്പച്ചനും ചുമ തുടങ്ങി, ഞാനും ഇവിടെ ചുമയായിരുന്നു. ഞാൻ ഈ ഇത് ഒഴിച്ച ഉടനെ ഇത്തിരി പദം പോലെ ആദ്യം കിടക്കും, പിന്നെ അതൊന്ന് ചൂടായി കഴിഞ്ഞേ. ഇതിൻ്റെ അകത്ത് ഇച്ചിരി നെയ്യും ഉണ്ട്, നമുക്കറിയാം. നമ്മൾ സ്പൂണൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നെയ്യിൻ്റെ അറിയാൻ പറ്റും. മീൻ 4 എണ്ണം ഉണ്ടായിരുന്നു. അതിലാ 4 വശം അപ്പച്ചന് കറി വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചില്ല. അപ്പം മറക്കുവാണെങ്കിൽ കഴിക്കും. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ആ 4 വശം എടുത്തിട്ട് ബാക്കി ചെറുതല്ലേ തലവശം, എനിക്കിച്ചിരി ചാറ് വേണം, മീനിൻ്റെ ചാറ്. നമ്മൾ പിള്ളേർക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഇച്ചിരി ആ 4 എണ്ണത്തിൻ്റെ ഇതേ ഉള്ളൂ.
അതുകൊണ്ട് ഞാൻ ബാക്കി അങ്ങ് ഇച്ചിരി ചാറ് പോലെ ആക്കാമെന്ന് വെച്ച്. 2 പീസ് ആക്കാനില്ലായിരുന്നു, ഒരെണ്ണം മാത്രം തല കുഞ്ഞു പീസാക്കിയിട്ട് ഇങ്ങനെ 1 പീസാക്കി. ബാക്കി ഇങ്ങനെ ഇച്ചിരി തല കയറ്റി കണ്ടിച്ചെടുത്ത്. നരപ്പ് തിളക്കി. ഇന്നലെ രാത്രി ഇരുന്ന് കരഞ്ഞതുപോലെ കരയില് കുറച്ചു നേരം കണ്ടിട്ട് പഠിക്കാൻ നോക്ക്. ഇന്നലത്തെ കൂട്ട് രാത്രി ഇരുന്ന് കരയാതെ കുറച്ചു നേരം കണ്ടിട്ട് പഠിക്കാനുള്ളത് പഠിക്കാൻ. നാളെ സയൻസ് അല്ലേ? പ്രീസിന് എക്സാം ഉള്ള സമയത്തെ വീഡിയോ ആയിരുന്നു ഇത്. അപ്പം മന്ത്ലി ടെസ്റ്റാ. അവനോട് ഞാൻ ഉച്ചയാകുമ്പോൾ വരുന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറയും. അങ്ങനെ പഠിച്ച് എല്ലാം പഠിച്ചെന്ന് ഞാൻ പറഞ്ഞ് എൻ്റെ ജോലി ഒതുങ്ങിയിട്ട് ഞാൻ വൈകിട്ട് ചോദിക്കുമ്പം തെറ്റിയ ഞാൻ നിനക്ക് 3-4 പ്രാവശ്യം എഴുതിപ്പിക്കുമെന്ന് പറഞ്ഞു. വൈകിട്ട് ഞാൻ ചോദിച്ചോണ്ടേ കുറച്ച് അറിയത്തില്ല. അപ്പം ഞാൻ അന്നേരം ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അത് സാരമില്ല, രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് പഠിച്ച് കുഴപ്പമില്ലായിരുന്നൊന്നും പറയുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മോരെടുത്തങ്ങ് ഉച്ചയ്ക്ക് ഇന്നും നാളത്തേക്കുള്ളത് വെളിയിൽ ഇങ്ങനെ വയ്ക്കും. പിന്നെ എടുത്തങ്ങ് ഫ്രിഡ്ജ് വയ്ക്കും. പിന്നെ അന്ന് എന്താ കറി വെക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കും. ഈ മോരെടുക്കത്തില്ല. കണ്ടിന്യൂസ് 2-3 ഇപ്പം ഈ സാമ്പാറൊക്കെ വെക്കുവാണെങ്കിൽ റേച്ചാനും അതിനോട് താല്പര്യമില്ല. അപ്പം ഞാൻ ഡാഡിക്കും സാമ്പാറൊക്കെ ആണെങ്കിൽ അത്ര താല്പര്യമില്ല. പിന്നെ നിവർത്തിയില്ലെങ്കിൽ കഴിക്കും. അപ്പോൾ ഇവർക്ക് രണ്ടിനോടുള്ളതിന് ഞാനങ്ങ് മോരെടുത്തങ്ങ് ഫ്രിഡ്ജ് വയ്ക്കും. പിന്നെ പോളിന് എപ്പോഴും മോര് വേണമെന്നുണ്ട്. പക്ഷേ അവരൊക്കെ സാമ്പാറാന്നേലും ഉപയോഗിക്കും. ഞാൻ ആ മീനിൻ്റെ അകത്തൊന്നും മസാല പുരട്ടി വെക്കുന്നു. പക്ഷേ ഈ നമ്മൾ വാങ്ങിയപ്പോൾ നമ്മൾ 1 കിലോ വെച്ചാണ് വാങ്ങിക്കുന്നതെങ്കിലും ആ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന 2 പാക്കറ്റിൽ ചില സമയത്ത് 1 പാക്കറ്റിൽ എന്തെങ്കിലും ഇത്തിരി ഒരെണ്ണം അങ്ങാണ് അവർ വേറെ ഞാൻ പറഞ്ഞില്ലേ മിക്സിങ് ആണെന്ന്. ഇപ്രാവശ്യം ഈ പിന്നെ പൊട്ടിച്ച കവറ് നല്ല അടിപൊളിയായിരുന്നു. വറുത്തപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ പറഞ്ഞ കറി വെച്ച് ഇച്ചിരി ചാറിന് വേണ്ടി ഞാൻ ആ തല മാത്രം എടുത്ത്. കാരണം ആ പിള്ളേർ ആ തലവശമൊന്നും കൂട്ടത്തില്ല. ഞാനെന്നാൽ 3 എണ്ണം എടുത്ത് വറുത്താൽ മതി, വാല് കറി വെക്കും. പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ 4 വാലെടുത്തങ്ങ് വറക്കാമെന്ന്. പക്ഷേ വറക്കുവാണെങ്കിൽ അപ്പച്ചനും കഴിക്കും. ഇങ്ങനെ അയല ആയതുകൊണ്ട് പ്രൈസിനും കുഴപ്പമില്ല. മത്തിയാണെങ്കിൽ അവനും കഴിക്കാൻ പ്രയാസമാണ്. പോളുമോന് പിന്നെ അയലയാന്നേലും മത്തിയാന്നേലും കൊച്ചിലേ അവനും മത്തി കഴിച്ചങ്ങ് ശീലിച്ച്. പ്രൈസിനും കൊച്ചിലേ കൊടുത്തതാ, എന്നാലും അവന് മുള്ളിത്തിരി പേടിയാണ്. അപ്പം ഞാൻ ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വറക്കാൻ ഇട്ടിട്ടുണ്ടേ. അപ്പം ചില സമയത്ത് ഇങ്ങനെ അടുക്കി പിടിക്കുകയാണെങ്കിൽ ഞാനങ്ങ് ഓഫാക്കിയിട്ടിട്ട് പാൻ തണുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിടും. ഇന്നിപ്പോൾ നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ടുണ്ട്. ഈ പാൻ ചിലപ്പോൾ ഒന്ന് ആദ്യമൊക്കെ പിടിക്കത്തില്ലായിരുന്നു, പിന്നെ അത് പിടിക്കും. ഇപ്പം ഞാൻ തിരിച്ചിടാൻ നോക്കിയിട്ട് അതങ്ങോട്ട് ഞാൻ ഓഫാക്കി ഇട്ടേക്കുക പാൻ. എന്നാലും അത് തിരിച്ചിടാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് തണുക്കട്ടെന്നും പറഞ്ഞിരുന്ന് പിന്നെ വന്നപ്പോൾ അത് പെട്ടെന്ന് ഇളകി വന്ന് തണുത്തുടനെ നന്നായി പാനങ്ങ് തണുത്തു. ഈ മീൻ വറുത്തത് ഇവർക്ക് അത്താഴത്തിന് മതി, രാത്രിത്തേക്കിന് മതി. ഉച്ചയ്ക്ക് ചപ്പാത്തിയായിരുന്നു ഇവർക്കൊക്കെ. അപ്പോൾ ഞാൻ മീൻ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കിനല്ല ഈ വറുത്തത്, വൈകിട്ടത്തേക്കിനാണ് വറുത്തേക്കുന്നത്. വൈകിട്ട് എടുക്കുന്നത്. ഞാൻ പിന്നെ ആ മീൻചാറുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും വേണ്ടല്ലോ. ഞാൻ ഇച്ചിരി മീൻചാറ് കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.